KPCCയുടെ പുനഃസംഘടന വന്നപ്പോൾ അതിനകത്ത് വർക്കിംഗ് പ്രസിഡന്റുമാരായി 3 പേരെയാണ് നിയോഗിച്ചത്. ഷാഫി പറമ്പിൽ എന്ന നിലവിലെ വടകര MP-യും അതുപോലെ തന്നെ കുണ്ടറ MLA ആയിട്ടുള്ള PC വിഷ്ണുനാഥും വണ്ടൂർ MLA ആയിട്ടുള്ള AP അനിൽകുമാറും. ഇതിൽ 3 പേർക്കും 3 സോണുകൾ പ്രവർത്തിക്കാൻ കേന്ദ്രീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം PC വിഷ്ണുനാഥിൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി നോക്കിയാൽ അദ്ദേഹം കുണ്ടറ പോലൊരു മണ്ഡലം ഇടത് സ്വാധീനമുള്ള 30,000-ൽ പരം വോട്ടുകൾക്ക് മേഴ്സിക്കുട്ടിയമ്മ വിജയിച്ച് കയറിയ കുണ്ടറയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ 6,000-നടുത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കെട്ടുകെട്ടിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ചെങ്ങന്നൂർ പോലെ സജി ചെറിയാൻ പ്രതികരിക്കുന്ന മണ്ഡലം അദ്ദേഹം 2011-ൽ വിജയിച്ച് കയറി എന്നുള്ളത് നിസ്സാര കാര്യമല്ല. 2006-ലും 2011-ലുമായി അദ്ദേഹം വിജയിച്ച് കയറിയ ചെങ്ങന്നൂർ മണ്ഡലം പരാജയപ്പെടേണ്ടി വന്നപ്പോഴും അദ്ദേഹം ആത്മവീര്യം ചോരാതെയാണ് മറ്റൊരു മണ്ഡലത്തിൽ പോയി അവിടെ വിജയക്കൊടി നാട്ടിയത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും വിഷ്ണുനാഥിന് വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. ഈ 5 പേരുടെ നിയമനം, അതായത് K. സുധാകരൻ ദേശീയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, സണ്ണി ജോസഫിനും അതുപോലെ തന്നെ അടൂർ പ്രകാശിനുമൊപ്പം 3 വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനം വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ മേഖലകൾ തരംതിരിച്ച് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സണ്ണി ജോസഫ് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ കാസർഗോഡുള്ള മിക്ക മണ്ഡലങ്ങളിലും കൃത്യമായ നിരീക്ഷണമുണ്ട്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും പാലക്കാടും കൃത്യമായ രാഷ്ട്രീയ നീക്കം അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെയാണ് അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല. മലപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ AP അനിൽകുമാറിന് കോൺഗ്രസിൽ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് കാലാകാലങ്ങളിലായി അദ്ദേഹത്തിലൂടെ വണ്ടൂർ മണ്ഡലം നിലനിർത്തി പോകുന്നത്. അതുപോലെ തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്താൻ കെൽപ്പുള്ള മറ്റൊരു നേതാവായി PC വിഷ്ണുനാഥും അതിനോടൊപ്പം അടൂർ പ്രകാശും അണിചേരുന്നത്. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് കൺവീനറിനെ സംബന്ധിച്ചിടത്തോളം ദൗത്യം. UDF-നകത്ത് കെട്ടുറപ്പോടെ നിർത്തുക. പ്രത്യേകിച്ചും ചില സഖ്യകക്ഷികൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം അവരുടെ മനസ്സിലുണ്ട്. RSP പോലുള്ള പാർട്ടികൾ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലെങ്കിൽ പോലും അവരെ എല്ലാ സമര പരിപാടികളിലും എല്ലാ സമ്മേളനങ്ങളിലും ഒപ്പം കൂട്ടി അവരുടെ കരുത്തും അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയുള്ള ഒരു സൈറനാണ് മുഴങ്ങുന്നത്. പരമാവധി സഖ്യകക്ഷികളെ ഒപ്പം ചേർത്ത് നിർത്താനും PV അൻവറിനെ പോലുള്ളവർ ഇടതുപക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിൽ ഒപ്പം നിർത്തി പരമാവധി വാർഡുകൾ പിടിച്ചെടുക്കാനും അതുവഴി ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും പരമാവധി സ്ഥലങ്ങളിൽ വിജയിച്ചെടുക്കാനും വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് പുതിയ KPCCയുടെ നിർണായക യോഗത്തിൽ വരുന്നത്. എന്ത് തന്നെ പൊട്ടലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് പറയുന്ന നിരുപാധികം അനുസരിച്ചുകൊണ്ട് ഈ 2 തെരഞ്ഞെടുപ്പുകളെയും UDF-ൽ വലിയ ആവേശമുണ്ടാക്കുക എന്നുള്ളതാണ് തൻ്റെ ദൗത്യമെന്നാണ് K. സുധാകരൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്.